ഏഴര ഈ സമയം എന്തിട്ട് തണവോ നേരത്തെ എനിക്കണെന്ന് വിചാരിച്ചത് നടക്കണില്ല. അങ്ങനെ കർണാടക ബോർഡർ കടന്നു മഹാരാഷ്ട്രയ്ക്ക് എത്തി. എന്തായാലും കഴിക്കാൻ ചെയ്തിട്ടുള്ള ഈ സാധനം അതും കഴിച്ചു. കുറേ ചേട്ടന്മാർ വന്നിട്ട് വെള്ളമൊക്കെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ ഒരു ഓട്ടോറിക്ഷ നിറച്ച ആൾക്കാരുണ്ട്. ഇത്ര എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കാൻ വന്നതാണ്. ഇവർ വന്നിട്ട് ആദ്യം ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെള്ളമൊക്കെ വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ട് ഏറ്റവും അവസാനം ഒരു കടയിൽ വന്നിട്ട് മട്ടൻ ബിരിയാണി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. മട്ടൻ ബിരിയാണി കണ്ടപ്പോൾ ഞാൻ ബോധം പോയി. ഒരു വലിയ പ്ലേറ്റ് മട്ടൻ ബിരിയാണിക്ക് ആകെ 50 രൂപ. അങ്ങനെ എല്ലാവരും ഉണ്ട്, 5-6 ആൾക്കാരുണ്ട്. അവരെല്ലാവരും കൂട്ടിയിരുന്ന് മട്ടൻ ബിരിയാണിയൊക്കെ കഴിച്ചു. സൂപ്പർ മട്ടൻ ബിരിയാണി ആയിരുന്നു. അതുകൊണ്ട് നിന്ന് യാത്ര തുടങ്ങിയ ശേഷം ആദ്യമായിട്ട് മട്ടൻ ബിരിയാണി കഴിക്കണം. ഫുഡടിച്ച് വയറിറങ്ങിയപ്പോഴേക്കും നേരെ പെട്രോൾ പമ്പ് നോക്കി. തൊട്ടടുത്ത് തന്നെ പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ കുറച്ച് നേരം കിടന്നു. അങ്ങനെ ഒരു 2 മണി വരെയൊക്കെ കിടന്നു അവിടെ. അങ്ങനെ നേരെ സൈക്കിളെടുത്ത് ഇറങ്ങി. നോക്കുമ്പോൾ പറഞ്ഞൊരു ട്രാക്ടറിൻ്റെ ബാക്കിൽ 2 ബോഗിയായിട്ടാണ് കരിമ്പ് കൊണ്ടുപോകുന്നത്. ഇവിടെ എന്തോരം കരിമ്പ് കൊണ്ടുപോകണമെന്ന് വെച്ചിട്ടാണ്. കരിമ്പിൻ്റെ സീസണാകുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ അതൊക്കെ കണ്ട് നേരെ പോവുക. നോക്കുമ്പോൾ കാളേര അതെ മഹാരാഷ്ട്രയിൽ കടന്നു പോയിട്ട് കാണുന്നത്. കാളേര മേത്ത് കരിമ്പ് കൊണ്ടുപോകും. ആകെ കരിമ്പ് കൊണ്ടുപോലാണ്. അങ്ങനെ ഒരു ഭാഗത്തെത്തിയപ്പോൾ പറഞ്ഞാൽ ഈ കരിമ്പോൾ മൊത്തം കൂടിയിട്ടൊരു വലിയൊരു പറമ്പിൽ എല്ലാം കൂടിയിട്ട് സ്റ്റോക്ക് ഇറക്കുന്ന സ്ഥലമുണ്ട്. മെയിൻ ഫാക്ടറിക്ക് കൊണ്ടുപോകണമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ടു നേരെ അവിടെ നിന്ന് വിട്ടു നേരെ. അങ്ങനെ പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും പെട്രോൾ പമ്പൊന്നും കിട്ടുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞു. നേരം വൈകി. അങ്ങനെ നേരെ അമ്പലത്തിൽ കയറി കിടന്നു. അമ്പലത്തിലത്തെ ആൾക്കാരൊന്നും വലിയ ശല്യമില്ല. അമ്പലത്തിൽ ചോദിച്ചപ്പോഴും അവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ആദ്യം ചെന്ന കഴിക്കുന്ന ഭക്ഷണം കഴിച്ചെന്ന് ചോദിച്ചേ. അങ്ങനെ ഭക്ഷണമൊക്കെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഞാൻ പിന്നെ നോക്കുമ്പോൾ പുറത്തെന്തായാലും കടയൊന്നുമില്ല. ഇപ്പോൾ ഒരു തരാമെന്ന് പറഞ്ഞാൽ ഞാൻ വെയിറ്റ് ചെയ്തു. അമ്പലത്തിൽ വെച്ചാൽ രാത്രി 4 നമ്പൂതിരിമാരുണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ വേറെ ആരും ഉണ്ടാവില്ല പറഞ്ഞു. നിൽക്കാൻ കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഒരു ഗ്രില്ലിട്ടുള്ള ഭാഗത്തേക്ക് വന്നിട്ട് അതിനുള്ള ടെൻ്റ് അടിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ ആ സൈഡിലാണ് ടെൻ്റ് അടിക്കാൻ പറഞ്ഞത്. അങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിയുമ്പോൾ രാത്രി ഒക്കെ ഫുൾ ആൾക്കാരോടെ വരണേ. അങ്ങനെ അമ്പലത്തിനുള്ളിലാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കുരങ്ങന്മാരും കുറേ നായ്ക്കുട്ടികളൊക്കെ ഉണ്ട്. എന്നിട്ട് അമ്പലത്തിൽ നമ്പൂതിരി വന്നൊരു റൊട്ടിയും കറിയും തന്നു. അങ്ങനെ അത് കഴിച്ചിട്ട് നേരെ കിടന്നുറങ്ങി. അങ്ങനെ പുലർച്ചെ തൊട്ടിട്ട് ഉറക്കം പോയി. അമ്പലത്തിൽ ഒരു 2 മണിയോട് കൂടിയിട്ട് നിറച്ച ആൾക്കാർ. എവിടുന്നാ വന്നതെന്ന് അറിയില്ല ഇവർ. അങ്ങനെ ഉറക്കം മൊത്തം പോയി. അന്നത്തെ ദിവസം ആകെ കുളയെന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഒരു 6:30 ആകുമ്പോഴേക്കും വേഗം ഇറങ്ങാന്നുള്ള തീരുമാനത്തിൽ ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വൈഫ് വിളിക്കണേ. അങ്ങനെ കുറച്ച് സീനുണ്ട്, ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട്, വേഗമായോ വരാണ്ട് വീട്ടിൽ കുറച്ച് സീനാന്ന് പറഞ്ഞു. ഞാനാ വെച്ച് കഴിഞ്ഞാൽ മഹാരാഷ്ട്ര ബോർഡറിലേക്ക് കയറിയിട്ടുള്ള ഒരു ബസ് പോണ റൂട്ട് തന്നെ അല്ല, അങ്ങനത്തെ ഒരു വഴിയിൽ ഞാൻ വിട്ടിട്ടുള്ളത്. അങ്ങനെ ആകെ പെട്ട അവസ്ഥ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ നോക്കുമ്പോൾ പറഞ്ഞു വരാൻ പറ്റില്ല, നാളേക്ക് വേണമെങ്കിലും വരാൻ പറ്റുമോ നോക്കി. അങ്ങനെ നോക്കുമ്പോൾ നേരെ അടുത്തുള്ള പെട്രോൾ പമ്പ് പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ കിടന്നു. കണ്ടിട്ട് അവരോടൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു ഇങ്ങനെ എങ്ങനെ പോരാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു ഒരു 50-60 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും ഉണ്ട്, അവിടെ പോയി നോക്കി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്താ ചെയ്യുക, പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ നേരെ അവിടെ കിടന്നു. അങ്ങനെ രാവിലെ നേരത്തെ കണ്ടിട്ട് സൈക്കിളോട്ടിൽ തുടങ്ങിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം റെയിൽവേ സ്റ്റേഷനിൽ പോയിപ്പോൾ അവിടെ ട്രെയിൻ നിർത്തില്ല എന്ന് പണി വീണ്ടും. അങ്ങനെ ബസ് സ്റ്റാൻഡ് നോക്കിയപ്പോൾ അവിടേക്കുള്ള ബസ്സും ഇല്ലയെന്ന്, കുറേ വളഞ്ഞിട്ട് പോകണമെന്ന്. അങ്ങനെ നോക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവരോട് ചോദിച്ചപ്പോൾ സൈക്കിൾ അവിടെ വയ്ക്കുക, ലഗേജൊന്നും വെക്കാൻ പറ്റില്ല, പോയി കഴിഞ്ഞ് ഞങ്ങൾ ഉത്തരവാദിയില്ലെന്ന് പെട്ടു. അങ്ങനെ നോക്കുമ്പോൾ ഒരു മലയാളി ചേട്ടനെ പരിചയപ്പെട്ടത്. അങ്ങനെ ആളോട് കാര്യം പറഞ്ഞപ്പോൾ ആൾ വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ ഭക്ഷണമൊക്കെ വന്നിട്ട് ആൾ അവിടുന്ന് ഒരു 15-20 കിലോമീറ്ററുള്ള ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ കൊണ്ടാക്കി തന്നു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു അവിടുന്ന് കോലാപ്പൂർക്ക് ബസ് കിട്ടും, അങ്ങനെ കോലാപ്പൂർക്ക് പോയാൽ മതി, കോലാപ്പൂരിൽ നിന്ന് രത്നഗിരിക്ക് ബസ് കിട്ടുമെന്ന് പറഞ്ഞു. ബസ്സാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി വൃത്തികെട്ട ബസ്, എങ്ങനെ എത്തിയെന്നറിയില്ല. അങ്ങനെ 3 മണിക്കൂർ വേണ്ടതെന്ന് പറഞ്ഞാൽ രത്നഗിരിക്ക് എത്തണത് 3 മണിക്ക് കയറിയിട്ട് 9 മണിക്ക് എത്തണേ. അങ്ങനെ അവിടെ എത്തിയിട്ട് നോക്കുമ്പോൾ 9:20 ഒരു ട്രെയിൻ ഉണ്ട്. അങ്ങനെ ഈ വരും വഴിക്കാൻ വെച്ചാൽ കോലാപ്പൂർന്ന് കയറി ബസ്സിലാഞ്ച് 2 മറാഠി പിള്ളേരായിട്ട് പരിചയപ്പെടുന്നു പറഞ്ഞു. അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തായാലും ആ ഭക്ഷണം കഴിക്കുക, വരാനുള്ളത് വന്നു എന്ന് പറഞ്ഞു. പോയിട്ട് വന്നിട്ട് വിളിക്കുന്നു. അങ്ങനെ അവിടുന്ന് നേരെ ഭക്ഷണം കഴിച്ച് നേരെ കേരളത്തിൽ ട്രെയിൻ കയറി.